ഗായ്സ് വെൽക്കം ബാക്ക് ടു മോളു മിമി ഷോർട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സൺഡേ ഔട്ടിങ് വ്ളോഗാണ്. കുറേ ആയാലും നമ്മളിതേപോലെ വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. എനിക്ക് പിന്നെ പൊതുവെ ആൾക്കാരൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മടി കുറച്ച് കൂടുതലാട്ടോ. വേറെ നല്ല ഈ ആൾക്കാരൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് മിമി കണ്ണിമാങ്ങൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒക്കെ തിന്നങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് അറിഞ്ഞില്ലല്ലോ. നമ്മൾ പോണത് കോഴിക്കോട്ട് കാട്ടോ. കോഴിക്കോട് മാനാഞ്ചിറയിൽ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പം കണ്ടിരുന്നു. അന്നത് തുറന്നിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഏതായാലും പോകാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ പോയപ്പം ഇങ്ങനെ കറങ്ങാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതായിരുന്നു. പിന്നെ അത് അന്ന് തുറന്നിട്ടുമില്ല. വേറെ ഒന്നുമല്ല, അന്ന് ഇതിൻ്റെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ആ മുമ്പ് കണ്ട ബസ് കണ്ടില്ല, എൻ്റെ പൊന്നാരും മക്കളെ, ആ ബസ് കുറേ നേരം മുമ്പ് കിടന്ന് കളിച്ച്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് രാത്രി ആയാലേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടി പാർക്കിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വെച്ച് നേരെ മാനാഞ്ചിറയ്ക്ക് നടക്കുക കേട്ടോ. വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കട നോക്കി അപ്പുറത്ത് കട ഉണ്ടാവും ഇപ്പുറത്ത് കട ഉണ്ടാവും പറഞ്ഞ് അവസാനം മാനാഞ്ചിറൻ്റെ അവിടെ എത്തിയിട്ടാണ്. അപ്പം അവിടെ ഉള്ള കട കാണുന്നില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് റോഡിൻ്റെ അപ്പുറത്ത് കടന്ന് ഒരു കട കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കടിയൊക്കെ വാങ്ങിയിട്ട് കഴിച്ച്. ഞാനൊരു ബോണ്ടയും മിമിയും ഒരു പരിപ്പ് വടയൊക്കെ ഇരുന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച്. പിന്നെ എനിക്ക് അവിടുത്തെ ചായ വേണ്ടിയിരുന്നു. എമ്മിച്ചും പച്ചൊക്കെ ചായ അടിച്ചു. ഞാനും മിമിയും പറഞ്ഞ് ഞങ്ങൾക്ക് ഇതേപോലെ സർവത്ത് മതിയെന്ന്. അപ്പോൾ അപ്പുറത്തുള്ളൊരു കടയിൽ പോയി അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മാനാഞ്ചിറയ്ക്ക് കയറിയിട്ടോ. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ലൈറ്റിങ്ങൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ആൾക്കാരായിരുന്നു. ഞങ്ങൾ വരുമ്പം അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആൾക്കാർ വരാനുള്ള സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. എന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നലെ മിമിനോട് പറഞ്ഞപ്പം മിമി അറിയണം ഇതൊക്കെ കാണാൻ നമുക്ക് ലൈറ്റ് കടയിൽ പോയാൽ പോരെയെന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഓൾ ആകെ അന്തം വിട്ട്. ഇതൊന്നും ലൈറ്റ് കടയിൽ പോയാൽ കിട്ടൂല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നിട്ടോ. ഫുള്ള് ലേറ്റ് ആയതുകൊണ്ട് നല്ല ഇരുട്ടൊക്കെ ആയതുകൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മടി തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഭയങ്കര സ്റ്റാറും പിന്നെ നമ്മൾ 2026 ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു കേട്ടോ. ഇവിടെയൊക്കെ വലിയ ഓരോരോ ഐറ്റംസൊക്കെ ആയിരുന്നു. ഉള്ളിൽ പോയപ്പം ദൈ ലൈറ്റ് കണ്ട് മിമിയാണെങ്കിലോ അതിമ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നടക്കുന്ന ഇടയിൽ ഞങ്ങളും ഇതേപോലെയൊക്കെ നടക്കുകയാണ്. മേലെയും ഫുള്ളും ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലുള്ള ആ ആൽമരം കണ്ടില്ലായിരുന്നു ഞങ്ങൾ. നല്ല അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ ആ ആനനെ കണ്ടില്ലേ, 2 ദിവസമായിട്ടൊന്നും തിന്നിട്ടില്ല തോന്നുന്നുണ്ട്. നല്ല മെലിഞ്ഞുട്ടിയ ആനയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അതിൽക്കൂടെയൊക്കെ നടന്ന് അവസാനം നേരെ ഇറങ്ങുകയാണ് കേട്ടോ. കുറേ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളൊരു ഔട്ടിങ് വ്ളോഗ് എന്ന് പറഞ്ഞത്. ആ ഗ്യാപ്പിൽ മിമിയാണെങ്കിൽ ഒപ്പച്ചിൻ്റെ മേത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇതൊക്കെ ചെയ്തങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.